വാഗമൺ കേന്ദ്രീകരിച്ച് പഞ്ചായത്ത് രൂപീകരിക്കണമെന്ന ആവശ്യം ഉയരുന്നു. 2019 ഇതിനായുള്ള നടപടികൾ പൂർത്തിയായതാണ്. എന്നാൽ കോവിഡ് മഹാമാരി വന്നത് തിരിച്ചടിയായി. വാഗമൺ നിവാസികളുടെ പഞ്ചായത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. ഏലപ്പാറ, ഉപ്പുതറ പഞ്ചായത്തുകൾ വിഭജിച്ച് വാഗമൺ പഞ്ചായത്ത് രൂപീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. കേരളത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിൽ ഒന്നാണ് വാഗമൺ. തോട്ടം മേഖലയ്ക്ക് നടുവിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ പ്രദേശം. ഏലപ്പാറ പഞ്ചായത്തിലാണ് വാഗമൺ സ്ഥിതി ചെയ്യുന്നത്. പഞ്ചായത്ത് ആസ്ഥാനത്ത് എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ്. അതിനാൽ തന്നെ വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രം വികസന കാര്യത്തിൽ വളരെ പിന്നോക്കമാണ്. ഇത് മനസ്സിലാക്കിയ ഒന്നാം പിണറായി സർക്കാർ പുതിയ പഞ്ചായത്ത് രൂപീകരിക്കാൻ സർവേകളെല്ലാം പൂർത്തിയാക്കി. പഞ്ചായത്ത് രൂപീകരണത്തിന്റെ വക്കിലെത്തിയതുമാണ്. അപ്പോഴാണ് കോവിഡ് വില്ലനായി. അന്നത്തെ തീരുമാനം ഇന്നും ഫയലിൽ ഉറങ്ങുകയാണ്. വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഉപ്പുതറ പഞ്ചായത്തിലെ കുറെ ഭാഗങ്ങളും ഏലപ്പാറ പഞ്ചായത്തിലെ കുറെ ഭാഗവും ചേർത്താണ് അന്ന് സർവേ പൂർത്തിയാക്കിയത്. 1971 മുതൽ ഈ പ്രൊപ്പോസൽ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. പക്ഷേ ഇപ്പോൾ വെച്ചാൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്ക് ഈ പഞ്ചായത്ത് രൂപീകരിക്കണം എന്ന ഒരാശയം മുമ്പോട്ട് കൊണ്ടുവന്നു. പക്ഷേ ഈ ഒരുപാട് പഞ്ചായത്തുകൾ വിഭജിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിന് മുന്നിൽ ഒരു വലിയ പ്രശ്നമായിരുന്നു. എന്തായാലും വാഗമൺ കേന്ദ്രീകരിച്ചൊരു പഞ്ചായത്ത് ഈ പ്രദേശത്തിൻ്റെ വികസനം പഞ്ചായത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ വാഗമൺ പഞ്ചായത്ത് രൂപീകരിക്കണം. മാത്രമല്ല, ഈ ഏലപ്പാറ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ടൂറിസം പ്രദേശം കൂടിയാണ് വാഗമൺ. അതുകൊണ്ട് വാഗമൺ പഞ്ചായത്ത് രൂപീകരിക്കുക എന്നത് ഈ നാടിൻ്റെ ആവശ്യമാണ്. വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ഭൂരിഭാഗം സ്ഥലവും ഏലപ്പാറ പഞ്ചായത്തിലാണ്. പഞ്ചായത്തിൽ എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ 12-ൽ അധികം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഏലപ്പാറ പഞ്ചായത്ത് ആസ്ഥാനത്ത് എത്തണം. വാഗമൺ ഏലപ്പാറ പഞ്ചായത്തിന്റെ കറവ് പശു മാത്രമായി മാറിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ 10-ലൊന്ന് പോലും വാഗമണിന്റെ വികസനത്തിന് ചെലവഴിക്കുന്നില്ല. അതിനാൽ വാഗമണിൽ ഒരു പഞ്ചായത്ത് അനിവാര്യമാണ്. പഞ്ചായത്ത് ഓഫീസ് ആരംഭിക്കാൻ പഞ്ചായത്തിന് തന്നെ കെട്ടിടവുമുണ്ട്. എന്നാൽ സർക്കാർ സാമ്പത്തിക ബാധ്യത പറഞ്ഞ് പിന്നോക്കം പോയതാണ് തിരിച്ചടിയായത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായെങ്കിലും വാഗമൺ പഞ്ചായത്ത് രൂപീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.